ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തേൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാംനേ ഗൗരത്വിഷേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതം 5-ാമത്തെ അധ്യായം മുതൽക്കാണ് ആരംഭിക്കുന്നത്. നാരദ മഹർഷി വ്യാസദേവനോട് ശ്രീമദ് ഭാഗവതം എഴുതാനായി നിർദ്ദേശിക്കുന്ന ആ അധ്യായമാണ് 5-ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീസൂത ഉവാച അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാഃ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണിസ്മയന്നിവാം. അഥ തം സുഖം ആസീന ഉപാസീനം ബൃഹശ്രവാഃ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണിഃ സ്മയൻ ഇവ. നാരദ മഹർഷി വ്യാസദേവൻ്റെ ശമ്യാപ്രാസം എന്നുള്ള സ്ഥലത്തുള്ള ബദരികാശ്രമത്തിൻ്റെ അടുത്തുള്ള ശമ്യാപ്രാസം എന്നുള്ള ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. നാരദ മഹർഷിയെ വ്യാസദേവൻ വളരെ ഭക്തിയോടുകൂടെ, അതായത് ബ്രഹ്മദേവൻ്റെ പുത്രനാണ്, ബ്രഹ്മാവിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആദരവോട് കൂടിയിട്ട് സ്വീകരിച്ചിരുത്തി. അതുവരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്.
ഈ അധ്യായത്തിന് വളരെ സുഖമായിട്ട് നാരദ മഹർഷിയെ പൂജിച്ച് ഇരുത്തി എന്നാണ്. അഥ സുഖം ആസീനം ഉപവാസി ബൃഹശ്രവാഹ. അപ്പോൾ നാരദ മഹർഷി എങ്ങനെയുള്ള ആളാണ്? വാസ്തവത്തിൽ വളരെയധികം വളരെയധികം മഹാത്മാവായിട്ടുള്ള ആളാണ് നാരദ മഹർഷി. നാരദ മഹർഷിയോട് വ്യാസദേവനാണെങ്കിൽ അതേപോലെയുള്ള ആളാണ് വ്യാസദേവൻ. രണ്ടുപേരും ഒരേപോലെ പ്രഭാവമുള്ളവരാണ്. അപ്പോൾ നാരദ മുനി വേദവ്യാസ മഹർഷിയോട് ചോദിക്കുകയാണ്. അതാണ് നാരദ മഹർഷി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം വ്യാസദേവൻ്റെ ആ നിരാശയ്ക്കുള്ള കാരണം എന്ത് എന്ന് നാരദ മഹർഷിക്ക് വ്യക്തമായിട്ടറിയാം. അത് നാരദ മഹർഷി അതിനെക്കുറിച്ച് ക്രമേണ ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് നാരദ മഹർഷി സൂചിപ്പിക്കും എന്താണ് കാരണം എന്നുള്ളത്. കാരണം യഥാർത്ഥത്തിലുള്ള അതായത് ഭഗവാനോടുള്ള ഭക്തിയുത സേവനത്തിന് കൂടുതൽ വേണ്ട വിധത്തിൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് നാരദമുനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതിന് വ്യാസദേവനോട് അതിനെക്കുറിച്ച് പറയാനായിട്ട് ക്രമേണ അതിനെക്കുറിച്ചിട്ട് സാവധാനത്തിൽ നാരദമുനി പറയും എന്നാണ്. അപ്പോൾ ഇവിടെ അഥ തം സുഖം ആസീനഃ ഉപാസീനം ബൃഹശ്രവാഹ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയൻ ഇവ. ശ്രീനാരദ ഉവാച പാരാശര്യ മഹാഭാഗാ ഭവത കച്ചിദാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാം. പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിത് ആത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. പാരാശര്യ എന്ന് പറഞ്ഞാൽ പരാശര മുനിയുടെ പുത്രനായിട്ടുള്ള വ്യാസദേവൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. മഹാഭാഗ്യവാനാണ് അവിടുന്ന് എന്നാണ്. നാരദ മഹർഷി ചോദിക്കുന്നു, അങ്ങ് ഈ ശാരീരികമായും മാനസികമായിട്ടും വളരെ ആത്മസാക്ഷാത്കാരത്തോടു കൂടിയിട്ടല്ലേ ഇരിക്കുന്നത്? അതായത് ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് അങ്ങ് വ്യക്തമായിട്ടുള്ള ബോധത്തോടു കൂടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങ് അതായത് ഭക്തി മാർഗത്തിൽ ഭക്തി യോഗത്തിൽ കൂടെ അങ്ങ് വളരെ ധന്യനായിട്ടല്ലേ ഇരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ വ്യാസദേവൻ പരാശര മുനിയുടെ ഒരു ശിഷ്യപരമ്പരയിൽ പുത്രനാണ്. പിന്നെ പരാശര മഹർഷിയുടെ ആ ഒരു ശിഷ്യപരമ്പരയിലും വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന ഒരു പൈതൃകം വ്യാസദേവനുണ്ട്, പരാശര മുനിയുടെ പുത്രൻ എന്നുള്ള നിലയ്ക്ക്. നാരദ മഹർഷിയാണെങ്കിൽ ബ്രഹ്മാവൻ്റെ പുത്രനാണ്. അപ്പോൾ നാരദ മുനിക്കും അത്രയും ഒരു ദിവ്യമായിട്ടുള്ള ഒരവസ്ഥ നാരദ മഹർഷിക്കും ഉണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ദിവ്യമായിട്ടുള്ള ഒരവസ്ഥയാണ് ആത്മചൈതന്യത്തിന്. അപ്പോൾ ആ മനസ്സിനും ശരീരത്തിനും ആ ഒരു സംതൃപ്തി അനുഭവപ്പെടുന്നില്ലേ അങ്ങക്ക് എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത് എന്നാണ്. മൂന്നാമത്തെ ശ്ലോകം. ജിജ്ഞാസിതം സുസമ്പന്നമഭിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥപരിബൃംഹിതം. ജിജ്ഞാസിതം സുസമ്പന്നം അപി തേ മഹദ് അത്ഭുതം കൃതവാൻ ഭാരതം യഹ ത്വം സർവാർത്ഥ പരിബൃംഹിതം. അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് അത്ഭുതകരം ലോകത്തിന് മുഴുവൻ അങ്ങ് ഒരു മംഗളകരമായിട്ടുള്ള കാര്യം ചെയ്യുകയാണ് ചെയ്തത്. കാരണം മഹാഭാരതം എന്നുള്ള വിശേഷപ്പെട്ട ഒരു ഇതിഹാസം അങ്ങ് എഴുതി സർവാർത്ഥ പരിബൃംഹിതം, അതായത് എല്ലാവിധത്തിലുള്ള ആ ലോകത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചിട്ടും വിശദമായിട്ട് അങ്ങ് ഈ മഹാഭാരതത്തിൽ കൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരദ മുനി ശരിക്കും വ്യാസദേവനെ അനുമോദിക്കുന്നത് പോലെ ആണ് സംസാരിക്കുന്നത്.
ഇവിടെ വ്യാസദേവന് വന്നിട്ടുള്ള തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് മഹാത്മാക്കൾ അങ്ങനെയാണ്, ആരെയും ഒരു അവഗണിച്ചുകൊണ്ട് സംസാരിക്കില്ല. ആദ്യം തന്നെ അവരുടെ ആ ഒരു ന്യൂനത പറയല്ല ചെയ്യുക, അവരിലുള്ള ആ നന്മകളെക്കുറിച്ചിട്ട് എടുത്ത് കാണിച്ച് അവരെ അഭിനന്ദിക്കും. പിന്നെ സാവകാശത്തിൽ അവർക്ക് പറ്റിയിട്ടുള്ള ന്യൂനതകളെ പറഞ്ഞ് മനസ്സിലാക്കും. നമ്മളെപ്പോലെ അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് ആദ്യം വിളിച്ചു പറയും. അപ്പോൾ എന്താണ്, അവരുടെ അപ്രീതിക്ക് പാത്രമാവും നമ്മൾ. ഇവിടെ അങ്ങനെയല്ല. നാരദ മുനി വ്യാസദേവനെ വളരെ ബഹുമാനത്തോടുകൂടി മഹാഭാരതം എഴുതിയതിന് വളരെ അഭിനന്ദിച്ചുകൊണ്ടാണ്. 1,25,000 ശ്ലോകങ്ങളോളം മഹാഭാരതത്തിലുണ്ട്. അതിലാണെങ്കിൽ അതിൽ ഓരോ കഥാപാത്രങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ബന്ധം വിടാതെ ഒരു വംശത്തിലുള്ള ജ്യേഷ്ഠൻ അനിയൻ അവരുടെ പുത്രന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് അത്രയും വിശേഷപ്പെട്ട ഇതിഹാസമായിട്ട് മാറിയത് എന്നാണ്. അപ്പോൾ 1,25,000 ശ്ലോകങ്ങളിൽ ഈ ലോകത്തിലുള്ള സകല സ്വഭാവക്കാരെയും കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ലോകത്തിൽ എവിടെയും ഇല്ലാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ മഹാഭാരതത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ്. വിവിധമായ സ്വഭാവമുള്ള ആ കഥാപാത്രങ്ങൾ ഒരാളെ പോലെ മറ്റൊരാളെ കാണാൻ സാധിക്കില്ല. അങ്ങനെ അതുകൊണ്ട് സർവാർത്ഥ പരിബ്രഹ്മിതമായിട്ടുള്ള മഹാഭാരതം എഴുതിയിട്ട് അങ്ങ് ധന്യമായ അവസ്ഥയിൽ തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് ചോദിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. ജിജ്ഞാസിതമധീതം ജായത്തൽ ബ്രഹ്മസനാതനം തഥാപി ശോചസ്യാത്മാനം അകൃതാർത്ഥൈവ പ്രഭോ. ജിജ്ഞാസിതമധീതം ജായത്തൽ ബ്രഹ്മസനാതനം തഥാപി ശോചസ്യാത്മാനം അകൃതാർത്ഥൈവ പ്രഭോ. ജിജ്ഞാസിതം അധീതം ച യൽ തൽ ബ്രഹ്മ സനാതനം തഥാ അപി ശോചസി ആത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. അതായത് അങ്ങ് വളരെ വിശദമായിട്ട് അങ്ങയുടെ മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അങ്ങക്ക് അമൂർത്തമായിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ അങ്ങ് അതായത് അത് വളരെയധികം വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവ്യക്തിഗതമായിട്ടുള്ള ആ ഭഗവാന്റെ വ്യക്തിഗതമായിട്ടുള്ള ഭാവങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ലോകത്തിന് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങ് വളരെ വിശദമായിട്ട് അങ്ങയുടെ ജ്ഞാനമാർഗത്തിൽ കൂടെ ജ്ഞാനത്തിൽ കൂടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ വ്യാസദേവൻ്റെ മുഖത്തുനിന്ന് തന്നെ കേൾക്കണം തനിക്ക് സംതൃപ്തി വന്നിട്ടില്ല, ആത്മസംതൃപ്തി ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നാരദ മുനി വ്യാസമുനിയോട് മുനിയിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സംസാരിക്കുന്നത് എന്നാണ്. അപ്പോൾ ശ്രീ വ്യാസ ഉവാച 5-ാമത്തെ ശ്ലോകം. വ്യാസ ഉവാച അസ്തൈവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. അസ്ത്യൈവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. അസ്തി വ്യാസോവാച അസ്തി ഏവ മേ സർവം ഇദം ത്വയാ ഉക്തം തഥാ അപി ന ആത്മാ പരിതുഷ്യത്തെ മേ തന്മൂലം അവ്യക്തം അഗാധബോധം പൃച്ഛാമഹേ ത്വാ ആത്മഭവ ആത്മഭൂതം. അങ്ങ് ഇവിടെ വ്യാസദേവൻ പറയുന്നു, ബ്രഹ്മാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് അങ്ങ്. ബ്രഹ്മാവ് സ്വയംഭൂവാണ്. അതായത് മഹാവിഷ്ണു ഭഗവാന്റെ നാഭികമലത്തിലാണ് ബ്രഹ്മാവ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മീദേവി അങ്ങനെ നോക്കിയിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ പാദം തലോടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ മഹാവിഷ്ണു ഭഗവാന്റെ നാഭികമലത്തിൽ ബ്രഹ്മാവ് ഉത്ഭവിച്ചത്.
ബ്രഹ്മാവ് അജൻ എന്ന് ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ആ നാഭികമലത്തിൽ വന്നിട്ടുള്ള ബ്രഹ്മാവ് സർവ വേദവിജ്ഞാനത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഭഗവാൻ ഇച്ഛ കൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ്. ആ ബ്രഹ്മാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയ്ക്ക് ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ഹൃദയത്തിലുള്ള വികാര വിചാരങ്ങളെ വേർതിരിച്ച് അറിഞ്ഞിട്ട് എവിടെയാണ് ന്യൂനത പറ്റിയത് എന്ന് അങ്ങക്ക് പറയാൻ സാധിക്കുമല്ലോ എന്നാണ്. അങ്ങ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മഹാത്മാവാണ് അങ്ങ്, ഭക്തനാണ് അങ്ങ്. അപ്പോൾ നാരദ മഹർഷിയെ വേദവ്യാസ മുനി സ്തുതിക്കുന്നു. ആദ്യം വ്യാസമുനിയെ നാരദ മഹർഷി സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, വളരെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതേപോലെ ഇപ്പോൾ വ്യാസദേവൻ നാരദ മുനിയെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇതാണ് ഭക്തന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത. ഭക്തന്മാർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. പരസ്പരം അവർ ഞാൻ വലുതാണ് എന്ന് പറയില്ല. അവരെന്ത് പറയണ പരസ്പരം അവർ അംഗീകരിക്കുന്നു. ഇപ്പോഴും കാണാം നമ്മൾക്ക് ഇവിടുത്തെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ അനേകം സന്യാസിമാരുണ്ട്. അതിലുള്ള അവർക്ക് അനേകം ശിഷ്യന്മാരുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ച് കാണുന്ന സമയത്ത് അവരുടെ നമ്മൾ അത്ഭുതപ്പെടുത്തും ശരിക്കും. അവർ പരസ്പരം അവർ ബഹുമാനിക്കുന്നു. പിന്നെ ഒരു ഏതെങ്കിലും ഒരു സന്യാസി ആ വഴിയിൽ കൂടെ പോകുന്നത് കണ്ടാൽ തന്നെ ആ വഴിയിൽ വീണ് നമസ്കരിക്കും സാധാരണക്കാരായിട്ടുള്ളവർ. വൃന്ദാവനത്തിലൊക്കെ ഇത് സാധാരണ കാഴ്ചയാണ്. അവിടെ ചളിയുണ്ടോ അല്ലെങ്കിൽ മണ്ണുണ്ടോ പൊടിയുണ്ടോ എന്നൊന്നും നോക്കാറില്ല. അങ്ങനെ പരസ്പരം അംഗീകരിക്കുന്ന സമ്പ്രദായം അത് നമ്മൾക്ക് വൃന്ദാവനത്തിൽ പ്രത്യേകം കാണാൻ സാധിക്കും. ഇവരുടെ ഇടയിലുള്ള ആ സന്യാസിമാർ അവർ പരസ്പരം ബഹുമാനിക്കുന്നത്, അവരുടെ ശിഷ്യന്മാർ ബഹുമാനിക്കുന്നത്, അതെല്ലാം നമ്മൾക്ക് ഈ പ്രസ്ഥാനത്തിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രസ്ഥാനത്തിലും ഇല്ലാത്ത ആ ഭക്തന്മാർ പരസ്പരമുള്ള അംഗീകാരം നമ്മൾക്ക് ഈ പ്രസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാണ്. ഇവിടെ നാരദ മഹർഷിക്ക് നിന്നും അറിയേണ്ടതായിട്ടുണ്ട് തൻ്റെ ഈ ഒരു അസംതൃപ്തിക്കുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ത് എന്നുള്ളത്. അതുകൊണ്ട് നാരദ മഹർഷി അതിനെ വിവരിച്ച് കേൾക്കാനായിട്ട് വ്യാസദേവൻ ആഗ്രഹിക്കുന്നു എന്നാണ്. 6ാമത്തെ ശ്ലോകം. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യമുപാസിതോയൽ പുരുഷപുരാണ പരാപരേശോ മനസേവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗാം. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോയൽ പുരുഷപുരാണ പരാപരേശോ മനസേവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗാം. അതായത് വരിഷ്ഠരായിട്ടുള്ള ഗുരുനാഥന്മാർ അവനവനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ ഗുരുനാഥന്മാരോട് കൂടിയിട്ട് ഈ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ അതിന് പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കും. കാരണം അവരുടെ ഗുരുനാഥന്മാരിൽ നിന്നും ഈ വളരെയധികം പരിശീലനം നേടിയിട്ടുള്ളവരായതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഉയർന്ന ആ ഭക്തന്മാരോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. ഇവിടെ വ്യാസദേവൻ തൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും മഹാത്മാവായിട്ടുള്ള നാരദമുനിയുമായിട്ട് സംസാരിക്കുമ്പോൾ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നാരദമുനിയോടാണ് അന്വേഷിക്കുന്നത് എന്നാണ്. ഇവിടെ പറയുന്നു, സഹ വൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതഃ യൽ പുരുഷഃ പുരാണഃ പരാവരേശ. പരാവരേശ എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ മനസ്സ ഏവ വിശ്വം സൃജതി അവധി അത്തി സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, പിന്നെ അതിനെ സംഹരിക്കുന്നു. അങ്ങനെ ഗുണൈഹി അസംഗഃ, അതായത് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു 3 ഗുണങ്ങളെ കൊണ്ട് എന്നാണ്.
സത്വഗുണം, രജോഗുണം, തമോ ഗുണം ഇതിനെ ഇതുകൊണ്ട് വിഷ്ണു മഹേശ്വരന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് ഇതിനോട് യാതൊരു ബന്ധവുമില്ലാതെ സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ പുരുഷൻ എന്നാണ് പറയണത്. ആ ഭഗവാനെക്കുറിച്ച് അങ്ങക്ക് വ്യക്തമായിട്ടറിയാം എന്നാണ്. എല്ലാം അങ്ങേക്ക് അറിയാം. കാരണം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ് അവിടുന്ന്. അവിടത്തേക്ക് അറിയാൻ സാധിക്കാത്ത ഒന്നും ഇല്ല എന്നാണ് വ്യാസദേവൻ നാരദമുനിയോട് പറയുന്നത്. അതായത് 100% ഭഗവാന്റെ സേവയിൽ ലയിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭഗവത് സേവ വേണ്ട വിധത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ലോകത്തിന് ഉപദേശിക്കാൻ സാധിക്കും എന്നാണ്. കാരണം എന്താണ്, ആ വ്യക്തി ഭഗവാന്റെ സേവ കൊണ്ട് പരിശുദ്ധനായി മാറുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അഷ്ടസിദ്ധികളുണ്ടാവും. അവർക്ക് എല്ലാ വിധത്തിലുള്ള അഷ്ടൈശ്വര്യ സിദ്ധികൾ അവർക്കുണ്ടാവും. പക്ഷേ ഈ സിദ്ധികളൊന്നും അവർ സ്വയം ഉപയോഗിക്കാറില്ല എന്നാണ്. തനിക്കുള്ള എല്ലാ സിദ്ധികളും ഉപയോഗിച്ചിട്ടുള്ള ഭക്തനെ നമ്മൾക്കറിയാം. രാമായണത്തിൽ കൂടെ നോക്കുന്ന സമയത്ത് ആഞ്ജനേയ സ്വാമികൾക്ക് എല്ലാ സിദ്ധികളുണ്ടായിരുന്നു. അണിമ, ലഖിമ, അതേപോലെ തന്നെ മഹിമ, എല്ലാ സിദ്ധികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിദ്ധികളൊന്നും ആഞ്ജനേയ സ്വാമി തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചില്ല. സ്വന്തം ഒരു സന്തോഷത്തിന് ഉപയോഗിച്ചില്ല. ഈ സിദ്ധികളെല്ലാം ഭഗവാന്റെ രാമചന്ദ്രസ്വാമിയുടെ സന്തോഷത്തിനായിട്ട് ഉപയോഗിച്ചു എന്നാണ്. അപ്പം നമ്മൾക്ക് എന്ത് കഴിവുകളുണ്ടെങ്കിലും അതെല്ലാം ഭഗവത് പ്രീതിക്കായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ലത് മാത്രമേ വരുള്ളൂ എന്നാണ്. കോപം, അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ആ ദേഷ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക? രാക്ഷസന്മാരെ ചുട്ടുകരിക്കാനായിട്ട്, അവരെ തല്ലിക്കൊല്ലാനായിട്ട്, അധർമ്മത്തിനെ അഥവാ ശ്രീരാമൻ്റെ സന്തോഷത്തിനായിട്ട് അവിടുന്ന് ലങ്കയിൽ എത്തിച്ചേർന്ന് മശകീകൃത രാക്ഷസം എന്നാണ് പറയണത്. അതായത് രാക്ഷസന്മാരൊക്കെ കൊതുവിനെ തല്ലിക്കൊല്ലുന്ന പോലെ കൊന്നു, ലങ്കയെ ചുട്ടുപൊട്ടിച്ചു. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ശ്രീരാമൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കോപം അസുരന്മാരെ നശിപ്പിക്കാൻ, അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ അവിടുന്ന് ഉപയോഗിച്ചു എന്നാണ്. അപ്പോൾ അവനവന് ഉള്ള എല്ലാ സിദ്ധികളും ഏത് വികാരങ്ങളും ഭഗവത് പ്രാപ്തിക്ക് ഭഗവാന്റെ സേവയ്ക്കായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നല്ലത് മാത്രമേ വരുള്ളൂ എന്നാണ്. നാരദ മഹർഷി 100% ഒരു ശുദ്ധ ഭക്തൻ തന്നെയാണ് എന്നാണ്. ഏകദേശം ഭഗവാൻ തുല്യം തന്നെയാണ് നാരദ മഹർഷിയുടെ മഹിമ എന്നിവിടെ ശ്രീല പ്രഭുപാദർ അവിടുത്തെ ഭാവാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. വ്യാസദേവൻ പറയുന്നു 7ാമത്തെ ശ്ലോകത്തിൽ, ത്വം പര്യടന്നർക്കൈവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതയ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വാം. ത്വം പര്യടന്നർക്കൈവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതയ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വാം. ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകീം അന്തഃചരഃ വായു ഇവ ആത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതഃ വ്രതൈഃ സ്നാതസ്യ മേ ന്യൂനം അലം വിചക്ഷ്വ. അതായത് വേദവ്യാസ മുനി പറയുന്നു, വ്യാസദേവൻ പറയുന്നു, നാരദമുനി അങ്ങ് സൂര്യനെ പോലെയാണ് എന്നാണ്. സൂര്യൻ സഞ്ചരിക്കുന്നു, സൂര്യദേവൻ ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നു, പ്രകാശം പൊഴിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്, എല്ലാവർക്കും പ്രകാശം കൊടുത്തുകൊണ്ട് എന്നാണ്. അങ്ങ് ആത്മസാക്ഷി, അതേപോലെ അങ്ങ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലോകത്തിലെല്ലാം സഞ്ചരിക്കുന്നു, നന്മകൾ മാത്രം ലോകത്തിന് കൊടുത്തുകൊണ്ട് അങ്ങ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വായു, എല്ലാവർക്കും എല്ലാവർക്കും ഒരു സമഭാവനയോട് കൂടിയിട്ട് ഭേദഭാവനയില്ലാതെ വായു എങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ അങ്ങ് ഈ ഭഗവാന്റെ ഒരു പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ട് ലോകത്തിന് മുഴുവൻ മംഗളം കൊടുത്തുകൊണ്ട് അങ്ങ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ദയവായിട്ട് പറഞ്ഞു തന്നാലും എനിക്കെവിടെയാണ് ഈ ഒരു ന്യൂനത വന്നു ചേർന്നത് എന്ന് പറഞ്ഞു തന്നാലും എന്ന് വളരെ വിനയത്തോടു കൂടെ വ്യാസദേവൻ നാരദ മഹർഷിയോട് സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്
ദിവ്യമായിട്ടുള്ള ആ ഒരു സാക്ഷാത്കാരം എന്നുള്ളത്, അതേപോലെ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പല വിധത്തിലുള്ള ഈ ഭഗവാന്റെ പല പല അവതാരങ്ങളെ പൂജിക്കുന്നത്, അതേപോലെ ദാനം, അതേപോലെ ദയ മുതലായിട്ടുള്ളത്, അഹിംസ എന്നുള്ളത്, പിന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത്, ഇതെല്ലാം എങ്ങനെ വേണം? ഒരു ഗുരു പരമ്പരയിൽ കൂടെ തന്നെ വേണം. എന്നാൽ മാത്രമേ നമ്മൾക്കത് വേണ്ട വിധത്തിൽ ഉപകാരപ്രദമായി മാറുകയുള്ളൂ എന്നുള്ള തത്വം കൂടി നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 8ാമത്തെ ശ്ലോകം. ഭവതാനുദിത ശ്രീനാരദ ഉവാച. നാരദ മഹർഷി മറുപടി പറയുന്നു. ഒറ്റ വാക്കിലാണ് മറുപടി പറയുന്നത്. ഭവതാനുദിത പ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഭവതാനുദിത പ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. അതായത് ഭവത അങ്ങ്, അതായത് അനുദിതപ്രായെന്ന അങ്ങ് പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, അതാണ്. വേണ്ട വിധത്തിൽ പറഞ്ഞില്ല, വേണ്ട വിധത്തിൽ അങ്ങ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാനെ പ്രകീർത്തിച്ചിട്ടില്ല. അതാണ് അങ്ങയുടെ ആ പ്രശ്നങ്ങൾക്ക്, അസംതൃപ്തിക്ക് കാരണം എന്ന് നാരദ മഹർഷി പറയുന്നു. അതാണ് യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഇപ്പോൾ ഭഗവാൻ സന്തോഷിക്കുക, ഭഗവാന്റെ ഭക്തൻ സന്തോഷിക്കുക, അത് വന്നില്ല എന്നുണ്ടെങ്കിലോ ആ ഒരു അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ന്യൂനത ഉണ്ട് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അതാണ് ഭവത അനുദിതപ്രായം യശഃ ഭഗവതഃ അമലം. ഭഗവാന്റെ പരിശുദ്ധമായിട്ടുള്ള യശസ്, മഹിമ പ്രകീർത്തിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സജ്ജനങ്ങൾ സന്തോഷിക്കില്ല, പിന്നെ ഭഗവാനും സന്തോഷിക്കില്ല. അങ്ങനെയുള്ള ആശയങ്ങൾക്ക് തീർച്ചയായും ന്യൂനത ഉണ്ട് എന്ന് ഇവിടെ നാരദ മഹർഷി വ്യക്തമായിട്ട് പറയുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് നമ്മൾ ഓരോരുത്തരും ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഭഗവാന്റെ ദാസനാണ് എന്നുള്ളതും, ഭഗവാൻ നമ്മളുടെ എറ്റേണൽ ശാശ്വതമായ ഈ ദാസനാണ്. ഭഗവാന്റെ ജീവൻ്റെ സ്വരൂപം തന്നെ കൃഷ്ണൻ്റെ ദാസൻ എന്നുള്ളതാണ്. ഭഗവാൻ നമ്മളുടെ ശാശ്വതനായിട്ടുള്ള മാസ്റ്ററാണ് എന്നുള്ള ആ രീതിയിൽ തന്നെ കാണണമെന്നാണ് പറയുന്നത്. അവിടുന്ന് അങ്ങനെ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ ഭഗവാനോട് ഒരു സേവ, പ്രേമഭാവത്തോടു കൂടെ സേവിക്കാൻ സാധിക്കും. സേവകനാണെന്ന് വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ യജമാനനെ സേവിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അങ്ങനെ സേവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വ്യക്തിയോട് സന്തോഷിക്കാതിരിക്കില്ല. പിന്നെ വെറും ഒരു താത്വികമായിട്ടുള്ള വേദാന്തപരമായിട്ടുള്ള പറയില്ലേ വേദാന്തം, വേദാന്തം അത് രൂപങ്ങളും നാമങ്ങളും ഇല്ലാത്ത വിധത്തിൽ ഭഗവാനെ സേവിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു ആകർഷണം മാത്രമേ ഭഗവാനോട് വരുന്നുള്ളൂ. എന്നാലും ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥ അതിന് വന്നു ചേരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലൊരു ന്യൂനത ഉണ്ട് എന്നാണ് നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് പറയുന്നത്. പിന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ എന്നാണ്. 9ാമത്തെ ശ്ലോകം. യഥാധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതാം. യഥാധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതാം. യഥാ ധർമാദയഃ, ധർമാദയ ച അർത്ഥാഃ മുനിവർയ അനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതഃ. യഥാ ധർമാദയഃ, ധർമ്മം, അർത്ഥം, കാമം മുതലായിട്ടുള്ള അതിനെക്കുറിച്ചിട്ട് അങ്ങ് അതിനെക്കുറിച്ചിട്ട്
4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ചിട്ട് അങ്ങ് പറഞ്ഞു. പക്ഷേ തഥാ വാസുദേവസ്യ മഹിമാഹി എന്ന് പറഞ്ഞത് ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അത് അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അങ്ങ് ആലോചിച്ച് നോക്കൂ. അങ്ങയുടെ പുരാണങ്ങൾ, അനേകം പുരാണങ്ങൾ അങ്ങ് എഴുതിയിട്ടുണ്ട്. 17 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാഭാരതം എന്നുള്ള വിശേഷപ്പെട്ട ഇതിഹാസം എഴുതിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ ശ്രീകൃഷ്ണാവതാരത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വൃന്ദാവന ലീലകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വൃന്ദാവന യശോദാദേവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? രാധാറാണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? യമുനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദ്വാദശ കാനനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. അതാണ്. അപ്പോൾ തഥാ കൃഷ്ണൻ്റെ വസുദേവരുടെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണൻ്റെ മഹിമ അങ്ങ് പറഞ്ഞിട്ടില്ല. അതാണ് അങ്ങയുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ്. നമ്മൾക്കും അത് തന്നെയാണ് പ്രശ്നം. അതായത് നമ്മൾ പലതും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ആത്മീയമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല. കാരണം എന്തേ? തഥാ വാസുദേവസ്യ മഹിമാഹി എന്ന് പറഞ്ഞത് വാസുദേവൻ്റെ മഹിമ, കൃഷ്ണൻ്റെ മഹിമ നമ്മൾ വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടില്ല. ഭഗവാനെ വേണ്ട വിധത്തിൽ ആശ്രയിക്കണില്ല. കൃഷ്ണനെ ആശ്രയിക്കുന്നില്ല. ഗുരുവായൂരപ്പനെ ആശ്രയിക്കണില്ല. ഗുരുവായൂരപ്പൻ്റെ മഹിമ നമ്മൾ പാടണില്ല. ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ തിരുനാമം നമ്മൾ ജപിക്കണില്ല. പിന്നെ വരിഷ്ഠരായിട്ടുള്ള ആ ഗുരുനാഥൻ ഭക്തന്മാരോട് നമ്മൾക്ക് ബന്ധം വരുന്നില്ല. അവരോട് നമ്മളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണില്ല. ഇതൊക്കെയാണ് നമ്മളുടെ ദുഃഖത്തിന് പ്രശ്നങ്ങൾക്ക് കാരണം. അതാണ്. പിന്നെ ഇവിടെ വേദവ്യാസ മുനി ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും വേദവ്യാസ മുനിക്ക് മഹാഭാരതം എഴുതിയിട്ട് പോലും സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങ് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കൂടെ അങ്ങക്ക് തന്നെ സമാധാനം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, ഈ കലിയുഗത്തിൽ വരാൻ പോകുന്ന ആളുകൾ അവർക്കൊക്കെ എവിടെയാണ് സമാധാനം കിട്ടുക? നാരദ മഹർഷി ചോദിക്കുന്നു. പിന്നെ അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. 10ാമത്തെ ശ്ലോകം. നയദ്വചശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീത കർഹിജൽ തദ്വായസം തീർത്ഥമുശന്തി മാനസാഃ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാഃ. നയദ്വചശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീത കർഹിജൽ തദ്വായസം തീർത്ഥമുശന്തി മാനസാഃ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാഃ. എത്ര വിശേഷപ്പെട്ട യത് വചഃ ചിത്രപദം ഹരേഃ യശഃ ജഗത് പവിത്രം പ്രഗൃണീത കർഹിചിത് തദ് വായസം തീർത്ഥം ഉശന്തി മാനസാഃ ന യത്ര ഹംസാഃ നിരമന്തി ഉശിക്ഷയാഃ. അതായത് എത്ര വിശേഷപ്പെട്ട സാഹിത്യമാണെങ്കിലും ശരി, വളരെ വിശേഷപ്പെട്ട സാഹിത്യമാണെങ്കിലും ശരി, അതിൽ ഭഗവാന്റെ മഹിമ, കൃഷ്ണൻ്റെ മഹിമ, ജഗത് പവിത്രം, ജഗത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന കൃഷ്ണൻ്റെ മഹിമ അതിലൊരിക്കലും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ കാക്കകളുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടേ പറയാൻ സാധിക്കുള്ളൂ എന്നാണ് പറയണത്. കാക്കകളുടെ തീർത്ഥാടനം എവിടെയാണ് വാസ്തവത്തിൽ? കാക്കകളുടെ ആ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ മുമ്പിൽ, പിന്നെ ചപ്പുചവറുകളുടെ മുന്നിൽ, മലീമസമായിട്ടുള്ള ആ ചവറ്റുകൊട്ടയുടെ മുമ്പിൽ, അവിടെയൊക്കെയാണ് അവർ ഒന്നിച്ചു കൂടാറുള്ളത്. അവിടെ ഹംസങ്ങൾ ഒരിക്കലും ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ അരയന്നങ്ങൾ എവിടെ ഉണ്ടാവുക? അവർ മാനസ സരസ്സിലെ ശുദ്ധജലത്തിൽ അവർ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേപോലെ ആണ് ലോകത്തിന് ഉപകാരമില്ലാത്ത അനേകം സാഹിത്യങ്ങൾ, ഒരുപാട് ആശയങ്ങൾ, യുക്തിവാദങ്ങൾ, ഇതൊക്കെ കാക്കകളുടെ തീർത്ഥാടന കേന്ദ്രം പോലെ വിഫലമാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അവിടെ കാക്ക കുളിക്കുന്ന ആ ചളിവെള്ളത്തിൽ ഒരിക്കലും അരയന്നങ്ങൾ കുളിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപമയായിട്ടാണ് പറയണത്. വാസ്തവത്തിൽ എന്താ പറയണത്? അതിനെ സജ്ജനങ്ങളായിട്ടുള്ളവർ അങ്ങനെയുള്ള സാഹിത്യങ്ങളെ, അതായത് അവാർഡ് കിട്ടിയിട്ടുള്ള അനേകം സാഹിത്യകൃതികളുണ്ട്, എന്നിട്ട് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വായിച്ചു, 3ാമത്തെ തവണ വായിക്കാൻ തോന്നില്ല. എന്നാൽ ഭാഗവതം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അങ്ങനെയാണോ? ഇതിലുള്ള കഥാപാത്രങ്ങൾ അങ്ങനെയാണോ? മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ അങ്ങനെയാണോ? എത്ര തവണ വായിച്ചാലും നമ്മൾക്ക് വീണ്ടും 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 വായിക്കണം എന്ന് തോന്നും.
അതിനെ കയ്യിൽ വെക്കാനേ തോന്നില്ല, കയ്യിൽ താഴെ വെക്കാനേ തോന്നില്ല. മറ്റേത് എത്ര തവണ വായിക്കും നമ്മൾ? ന്യൂസ് പേപ്പർ രാവിലെ എഴുന്നേറ്റു, ന്യൂസ് പേപ്പർ കിട്ടാത്ത സമാധാനമില്ല. പക്ഷേ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം എവിടെയാണ്? ചവറ്റുകൊട്ടയിലാണ്. എന്നെങ്കിലും ഈ ഭാഗവതം ചവറ്റുകൊട്ടയിൽ വിവരമുള്ള ആൾ വലിച്ചെറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭഗവത്ഗീത വലിച്ചെറിഞ്ഞിട്ടില്ല, പുരാണങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾക്ക് സൂര്യനെ പോലെ പ്രകാശം പൊഴിച്ചുകൊണ്ട് നമ്മളുടെ ഓരോ ഇന്നും ഇനി വരാൻ പോകുന്ന എത്രയോ തലമുറകൾക്കും അത് പ്രചോദനമരുളിക്കൊണ്ട് ഇന്നും ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും എന്നാണ്. അതാണ് തദ്വായസം തീർത്ഥമുശന്തി മാനസാഹ നയത്ര ഹംസ നിരമന്ത്യശിക്ഷയാം. അപ്പം അങ്ങനെ ആ പരമഹംസന്മാരായിട്ടുള്ളവർ ആണ് ഭഗവാന്റെ മഹിമകൾ പാടി ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഒരു സാധാരണക്കാർക്കും ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ഭഗവാന്റെ മഹിമകളിൽ കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നാരദ മഹർഷി പറയുന്നത്.